viewers, welcome to my YouTube channel. So ഇന്നത്തെ നമ്മുടെ അൺബോക്സിംഗ് ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോണാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മൊബൈൽ ഫോണിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും യൂസ് ചെയ്യാനല്ല, പക്ഷെ നമ്മുടെ പാരൻസ് ഒക്കെ ഇപ്പോൾ ആദ്യമായിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു മൊബൈൽ ഫോണാണ്. വളരെ മിനിമലിസ്റ്റിക് ആണ്. അപ്പം ബേസിക്കായിട്ട് പഠിച്ചു തുടങ്ങിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണ്. അപ്പോൾ ഇത് റെഡ്മി 9ൻ്റെ സ്പോർട്ടി ഓറഞ്ച് ആണ് ഈ ഒരു എഡിഷൻ വരുന്നത്. ഇപ്പോൾ ഇത് അൺഅവൈലബിൾ ആണ്, പക്ഷേ ഇതിൻ്റെ വേറെ കളേഴ്സിലൊക്കെ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. മൊബൈലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4GB റാമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ 64GB സ്റ്റോറേജും അവൈലബിൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ CPU ഡീറ്റെയിൽസിനെ പറ്റി നോക്കുവാണെങ്കിൽ CPU എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ ആണ്. അതേപോലെ 2.3 GHz ആണ് ഇതിൻ്റെ CPU സ്പീഡ് വരുന്നത്. 5000 mAh ആണ് ഇതിൻ്റെ പവർ വരുന്നത്. അതേപോലെ ഒരു 580 hours ഒക്കെ ഇത് നമുക്ക് സ്റ്റാൻഡ് ബൈ ആയിട്ട് ടൈം യൂസ് ചെയ്യാൻ പറ്റും. ടോക്ക് ടൈം ഒരു 37 hours ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഡ്യുവൽ ക്യാമറ ഉണ്ട്, അതായത് നമുക്ക് ഫ്രണ്ട് ക്യാമറയുണ്ട്, അതേപോലെ തന്നെ ബാക്ക് ക്യാമറയുണ്ട്. ബാക്ക് ക്യാമറ 13 MP ആണ് വരുന്നത്, പ്ലസ് 2 MP വരും. ഫ്രണ്ട് ക്യാമറ വരുമ്പോൾ 5 MP ആണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 MP ആണ് വരുന്നത്. 512 GB ആണ് ഇതിൻ്റെ എക്സ്പാൻഡബിൾ മെമ്മറി ആയിട്ട് വരുന്നത്. പിന്നെ ഡ്യുവൽ സിം ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. USB കണക്ടിവിറ്റിയും അവൈലബിൾ ആണ്. അതേപോലെ ഫിംഗർ പ്രിൻ്റ് റെക്കഗ്നീഷനും അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ കൂടെ അവൈലബിൾ ആയിട്ട് പവർ അഡാപ്റ്റർ തരുന്നുണ്ട്, അതേപോലെ USB കേബിൾ തരുന്നുണ്ട്, സിം ഇജക്റ്റ് ടൂളും തരുന്നുണ്ട്. അതേപോലെ വാറണ്ടി കാർഡ് 1 year ആണ്. അതേപോലെ യൂസർ ഗൈഡും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്യാപ്ചർ റെസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 720 പിക്സൽ ആണ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 16.5 ആണ് ലെങ്ത്ത് വരുന്നത്. അതേപോലെ 0.9 ആണ് വിഡ്ത്ത് വരുന്നത്. 7.7 ഹൈറ്റും വരും. ഇതൊക്കെ സെൻറ്റിമീറ്റേഴ്സിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു പ്രശ്നം, നമുക്ക് ലോക്ക് സ്ക്രീനിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഡ്സ് വന്നുകൊണ്ടിരിക്കും. അതൊരു കഷ്ടപ്പാടായി തോന്നിയിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു കുറച്ച് ഇയേഴ്സായിട്ട് യൂസ് ചെയ്യുന്ന കാര്യത്തിൽ പറയുമ്പോൾ കുറച്ചൊരു ഹാങ് വരുന്നുണ്ട്. അത് പക്ഷേ സ്റ്റോറേജിൻ്റെ ഒക്കെ പ്രശ്നമായിരിക്കാം. പക്ഷേ അതർവൈസ് നമ്മളിപ്പം ആദ്യമായിട്ടൊക്കെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരുടെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരുടെ കേസിലാണെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ ഒരു ബേസിക് ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മൊബൈൽ ഫോണാണ്. പിന്നെ ഇതൊരു വാട്ടർ റെസിസ്റ്റൻ്റ് അല്ലാത്ത മൊബൈൽ ഫോണാണ്. സോ മഴയത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വെള്ളം നനയാതെ സൂക്ഷിക്കണം. പിന്നെ സിം കാർഡ് സൈസ് എന്ന് വെച്ചാൽ നാനോ സിം കാർഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സിം കാർഡിൻ്റെ സ്ലോട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ സാധാ പോലെ 28 hours ആണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ് വരുന്നത്. ക്യാമറ ക്വാളിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ് ഫോട്ടോസിനൊക്കെ വരുന്നത്. ഈവൻ ഫ്രണ്ട് ക്യാമിലാണെങ്കിലും കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. ചില ക്യാമറാസൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് തീരെ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഇതിനങ്ങനെ കളർ വൈസ് ആണെങ്കിലും ഒന്നും കുഴപ്പമില്ലാത്തതുണ്ട്. നമുക്ക് അത്യാവശ്യം വീഡിയോ കോളിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും. പക്ഷേ വീഡിയോ കോൾ ആണെങ്കിലും എനിക്ക് ഈ വാട്സാപ്പിലുള്ള വീഡിയോ കോൾ മാത്രമേ ഇവർ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ. അല്ലാതെയുള്ള നോർമൽ നമ്മുടെ മൊബൈൽ ആപ്പിൽ തന്നെയുള്ള വീഡിയോ കോൾ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ അല്ല. പിന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ഹെഡ്സെറ്റ് ഒക്കെ നോക്കുമ്പോൾ ആ ഒരു കണക്ഷൻ തന്നെയാണ് വരുന്നത്. ഇത് കുറച്ചൊരു ഓൾഡ് മോഡലാണ്, 2020 മോഡലാണ് വരുന്നത്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് കുറച്ച് ഇയേഴ്സൊക്കെ ബേസിക് ആയിട്ടുള്ള നീഡ്സിനൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ചൂടാവുന്ന അങ്ങനത്തെ ഒരു ഇഷ്യൂസൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ബാറ്ററി ലൈഫ് ഒന്നും കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ചാർജ് പെട്ടെന്ന് തീരുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം, അങ്ങനത്തെ ഒരു ഇഷ്യൂസൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ വെയിറ്റ് ആണെങ്കിലും വലിയ വെയിറ്റ് ഒന്നും ഇല്ല, വെയിറ്റ്ലെസ് ആയിട്ടുള്ളൊരു മൊബൈൽ തന്നെയാണ്. പിന്നെ യൂസ് ചെയ്യാനാണെങ്കിലും നല്ല സ്മൂത്താണ്. ഇതിൻ്റെ ടച്ച് സ്ക്രീനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ തന്നെയാണ്. 194 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷേ നമ്മൾ എന്തായാലും ഒരു കവർ ഇടണം, കാരണം കേസ് ഇടണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ നല്ല സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വീണ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വെയിറ്റ് ആണെങ്കിലും അത്ര ഒരു വെയിറ്റ് തോന്നിക്കുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ചിലപ്പോൾ സ്ലിപ്പായിട്ട് വീഴാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. പിന്നെ ബാറ്ററീനെ പറ്റി പറയുകയാണെങ്കിൽ ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. സോ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.